they love until they buy one. റിച്ചാർഡ് മൈർ 1951 പുള്ളിക്കാരൻ ജനിക്കുന്നത്. ഫ്രാൻസിലെ ഡ്രാഗൻകൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ജനിക്കുന്നത്. ഹി വാസ് നോട്ട് എ പ്രൊഡിജി ആൻഡ് ഹി ഡിഡ് നോട്ട് കം ഫ്രം എ ഫാമിലി ഡൈനാസ്റ്റി. അത്ര വലിയ പ്രശസ്തമായ ഫാമിലി ഡൈനാസ്റ്റി എന്നല്ല പുള്ളിക്കാരൻ വന്നത്. പുള്ളിക്കാരൻ വളരെയധികം ഓർഡിനറി റൂൾസ് ഉള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് പുള്ളി വന്നത് ആക്ച്വലി. പിന്നെ റീറൈറ്റ് ദ റൂൾസ് ഓഫ് ലക്ഷറി വാച്ച് മേക്കിംഗ്. പുള്ളിക്കാരനാണല്ലേ ലക്ഷറി വാച്ച് മേക്കിങ്ങിൻ്റെ റൂൾസ് എല്ലാം പുള്ളിക്കാരൻ ഇങ്ങനെ മാറ്റി 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 പണിയാൻ തുടങ്ങി. 1970-കളിൽ പുള്ളിക്കാരൻ ഒരു വാച്ച് കമ്പനിയിലാണ്, സ്മോൾ വാച്ച് കമ്പനി ഫിൻഹോർ എന്ന് പറയുന്ന ഒരു സ്മോൾ വാച്ച് കമ്പനിയാണ് പുള്ളിക്കാരൻ 1970-കളിൽ പുള്ളിൻ്റെ കരിയർ പുള്ളി ആരംഭിച്ചത്. ഒരു ഫെയിം ഉണ്ടായിരുന്നില്ല, ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നില്ല, ഒന്നും തന്നെ പുള്ളിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പുള്ളിക്കാരൻ ആ ഒരു ഇൻഡസ്ട്രീനെ മനസ്സിലാക്കാനായിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു പേച്ചക്കിന് മുകളിൽ പുള്ളിക്ക് എന്തോ ഒരു വളരെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള നല്ലൊരു കിട്ടുന്ന സാധനം ഉണ്ടാക്കണം എന്ന് പുള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു പുള്ളി ആ ഒരു ഉണ്ടാക്കണം എന്ന് പറയുന്ന ആ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലാഡർ ഇങ്ങനെ കയറാൻ വേണ്ടി പോകുന്നത്. ഹി ബിക്കേം എ മാനേജർ ഇൻ മാർത്താസ് വാച്ച് ഡിവിഷൻ. മാർത്താസ് വാച്ച് ഡിവിഷൻ്റെ ഒരു മാനേജറൊക്കെ ആയിട്ട് പുള്ളിക്കാരൻ മാറിയിട്ടുണ്ടായിരുന്നു. മൗബൻസ് വാച്ച് എന്ന് പറയുന്ന ഒരു സാധനം പുള്ളിക്കാരൻ റാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ജ്വല്ലറി ആൻഡ് ജ്വല്ലറി കോർപ്പറേറ്റ് ലൈഫ് ഗെയിം വിത്ത് ചെയിൻസ് ഹി റെഫ്യൂസ് ടു ഗിവ്. ചെയിനുകളൊക്കെ പുള്ളിക്ക് ഇങ്ങനെ ഇടാനൊന്നും അത്രയധികം താല്പര്യമുള്ള ഒരു മനുഷ്യൻ തന്നെയല്ലായിരുന്നു. ബൈ ദിസ് ലേറ്റ് 40s റിച്ചാർഡ് വാസ് ഫെഡ് അപ്പ്. 40s-കളിൽ എത്തിയപ്പോഴത്തേനും പുള്ളിക്കാരൻ വളരെയധികം ഫെഡപ്പ് ആയിരിക്കുന്നു. ഇപ്പോൾ തന്നെ 20s-കൾ 30s-കളിലൊക്കെ എത്തുന്നത് പലരും ഫെഡപ്പ് ആവുന്നുണ്ടല്ലോ. മൗബൻസ് വാങ്ങി സേഫ് ഡിസൈൻസ് ആൻഡ് ലോവർ പ്രൈസസ്. നല്ല ഡിസൈൻസും വേണം, അതേപോലെ തന്നെ നല്ല ലോവർ പ്രൈസിൽ സാധനം പുള്ളിക്ക് ഉണ്ടാക്കണമുണ്ടായിരുന്നു. അങ്ങനെയാണ് പുള്ളിക്കാരൻ ഒരു ഇന്നോവേഷന് പുള്ളിക്കാരൻ അങ്ങനെ പോകുന്നത്. അങ്ങനെ എന്താ പറയുക, ബോർഡ് പറഞ്ഞു പറ്റൂലെന്ന് പറഞ്ഞു, അണ്ണം പറഞ്ഞു അത് നടന്നില്ലെങ്കിൽ പരിപാടി നടക്കില്ലെന്ന്. അങ്ങനെ പുള്ളിക്കാരൻ ഗുഡ് ബൈ പറഞ്ഞിട്ട് അങ്ങനെ വിട്ടു. ആ ഒരു സമയത്താണ് ഡൊമിനിക്കി ഗുവാനൈറ്റ്, ഈ വാച്ച് മേക്കർ വിത്ത് റൂട്ട്സ് ഇൻ സ്വിറ്റ്സർലാൻഡിൽ വാച്ച് മേക്കറായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഡൊമിനിക്കി കൊട്ടനാട്ട് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്. അതേപോലെ തന്നെ ടുഗെദർ ദേ സ്റ്റാർട്ട് ഹൊറോമെട്രീസ അങ്ങനെ ഒരു ഇത് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ദേ വിൽ ടേക്ക് കമ്പനി ഡിസൈൻ ടു ഡിസ്ട്രപ്റ്റ് ദ ഇൻഡസ്ട്രി. അവരുടെ വാച്ച് ഇൻഡസ്ട്രീനെ വളരെയധികം ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കമ്പനി എന്ന് പറയുന്നത്. ദേ വർ റെഡി ടു ബ്രേക്ക് ദ റൂൾസ് എല്ലാം കട്ടപ്പുഴക്കാൻ വേണ്ടി അവർ തുടങ്ങിയിരുന്നു. അവരുടെ വിഷം വളരെയധികം വലുതായിരുന്നു. അവർക്കൊരു വാച്ച് ഉണ്ടാക്കണം, അതേപോലെ തന്നെ ഒരു ഫോർമുല 1 കാറ്, അതറിയാലോ, ഒരു ഫോർമുല 1 കാറ് പോലെ അവർക്കൊരു വാച്ച് ഉണ്ടാക്കണം. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ വിഷൻ എന്ന് പറയുന്നത്. ഈ ട്രഡീഷണൽ ആയിട്ടുള്ള റൂൾസ് എല്ലാം അവരിങ്ങനെ റിജക്റ്റ് ചെയ്തു. അതേപോലെ തന്നെ ഈ ഒരു ലിമിറ്റേഷൻ ഓഫ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം അവന്മാരെ റിജക്റ്റ് ചെയ്തു. അങ്ങനെയാണ് പുള്ളിക്കാരൻ എ ബ്രാൻഡ്സ് ടാഗ്ലൈൻ ബിക്കെയിം എ റേസിംഗ് മെഷീൻ ഓൺ ദ ബ്രസ്റ്റ്. കയ്യിലുണ്ടായിരിക്കേണ്ട ഒരു റേസിംഗ് മെഷീനായിട്ട് അവർ മാറ്റി അതിന്. റിച്ചാർഡ് 2001 ബേസ് വേൾഡിൽ അവർ ദ RM001 ടെർബിലോൺ 2001 അവർ ലോഞ്ച് ചെയ്തത് RM001 ടെർബിലോൺ എന്ന് പറയുന്ന സാധനമാണ് അവർ ഇതാക്കിയത്. അതേപോലെ തന്നെ അവർ 17 pieces മാത്രമേ അവർ ആക്ച്വലി മേക്ക് ചെയ്തിട്ടുള്ളൂ. ഓർത്തത് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പ്രൈസ് വാസ് ജോ ഡ്രോപ്പിംഗ് $1,35,000. ഓർത്തുകെ ദ ഇൻഡസ്ട്രി ഡിഡ് നോട്ട് നോ വാട്ട് ഹിറ്റ് ഇറ്റ്. ആകെ 17, അതിന് $1,35,000. ദ ഇൻഡസ്ട്രി ലാബ്ഡ് ഹൂ ദ ഹെൽ ബൈസ് എ പ്ലാസ്റ്റിക് ലുക്കിംഗ് വാച്ച് ഫോർ ഓർത്ത് നോക്കുക, 135K, അത് ഡോളറാണ് ചോദിക്കണം. അതിന് ഇങ്ങനത്തെ ഒരു വാച്ച് ആര് വാങ്ങാനാണ്? ആരുമില്ല. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള എന്താ പറയുക എല്ലാ കമ്പനികളും എന്താ പറയുക ഹെറിറ്റേജിനും ഗോൾഡിനൊക്കെ വളരെയധികം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ട്രഡീഷണൽ ആയിട്ടുള്ള വാച്ച് മേക്കിംഗ് കമ്പനീസ് ഒക്കെ എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ എസ്പെഷ്യലി ടൈറ്റാനിയത്തിലും അതേപോലെ കാർബണിലും
പിന്നെ സ്കെലറ്റനൈസ്ഡ് ഡിസൈൻസിലൊക്കെയായിരുന്നു പുള്ളി ഇങ്ങനെ വളരെയധികം ഫോക്കസ്ഡ് ആയിട്ടുണ്ടായിരുന്നത്. പീപ്പിൾ എല്ലാവരും അതെ പീപ്പിൾ കോൾ ഹിം ക്രേസി. അതെ, പുള്ളിനെ ക്രേസി ആയിട്ടായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ വാച്ച് എല്ലാം സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ടായിരുന്നു. അതൊരു വാച്ച് അല്ലായിരുന്നു, അതൊരു എൻജിനീയറിംഗ് മെഷീൻ തന്നെയായിരുന്നു. ഈ ഒരു ഫോട്ടോ കാണില്ലേ, അതേപോലെ ഒരു എൻജിനീയറിംഗ് മെഷീൻ ആയിരുന്നു. ഇറ്റ് വാസ് എ സ്റ്റേറ്റസ് സിമ്പിൾ. അതെ, ചില വാച്ചുകളെല്ലാം സ്റ്റേറ്റസ് സിമ്പിളായിട്ട് മാറി എന്നുള്ളതാണ്. ഇൻസ്റ്റഗ്രാം ഇതാക്കുന്നത് ഇപ്പം തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ ഈ ഒരു ഓരോ സെലിബ്രിറ്റീസിൻ്റെ വാച്ചിനെ കുറിച്ച് ഇങ്ങനെ പറയുന്ന ആൾക്കാർ. ആ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് അങ്ങനെയുണ്ട്. അപ്പം ഒന്ന് ഓർത്ത് നോക്കണം, ഇൻസ്റ്റഗ്രാം ഒന്നും ഇല്ലാത്ത ആ ഒരു സമയത്തും വാച്ച് എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൻ്റെ കൂടെ ആയിരുന്നു. ഓക്കെ, എവറി ഡീറ്റെയിൽ വാസ് ഇൻസൈൻ. എല്ലാ ഡീറ്റെയിലും വളരെയധികം കിട്ടില്ല സാധനമായിരുന്നു. അതേപോലെ തന്നെ ഇറ്റ് ഹാഡ് ഇൻവിസിബിൾ സ്ക്രൂസ് ആൻഡ് ടോണി ഷാർപ്പ് കേസ്. നല്ല സ്ക്രൂസും അതേപോലെ ടോണി ഷാർപ്പ് കേസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എയ്റോസ്പേസ് ആൻഡ് F1 എയ്റോസ്പേസിൽ നിന്നൊക്കെയാണ് സാധനങ്ങൾ, ഓരോ മെറ്റീരിയൽസ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ലക്ഷറി പ്രസന്റ് ഡിസ്പ്ലേ. സത്യം, ഗോൾഡിലും സിൽവറിലൊക്കെ ലക്ഷറി പ്രസന്റ് ചെയ്തിട്ട് ഇപ്പം എയ്റോസ്പേസിനും അതേപോലെ തന്നെ F1 സാധനമൊക്കെ വെച്ച് ലക്ഷറി ഉണ്ടാക്കാന്ന് പറഞ്ഞത് കഷ്ടപ്പാടുള്ള കാര്യമല്ല, അതൊരു വളരെ ഒരു പുതിയൊരു ഇന്നോവേഷൻ ആയിരുന്നു. He never competed on price. He competed on story and missions. പക്ഷേ അവർക്ക് പ്രൈസ് അല്ലായിരുന്നു, അവർക്ക് സ്റ്റോറി മിഷൻ ആയിരുന്നു അവരുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ആരം വാച്ച് എന്ന് പറയുന്നത് ഒരു ഐക്കണായിട്ട് മാറി, ഒരു ഐക്കൺ. അതായത് വളരെ ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിട്ടായിരുന്നു അവർ പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നത്. റാഫേൽ നദാൽ ഒരു ആരം വാച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ ടെന്നീസ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ സം മോഡൽസ് വെർ ബിൽറ്റ് ടു വിത്ത്സ്റ്റാൻഡ് മാസീവ് ജി ഫോഴ്സസ്. മോഡൽസ് എല്ലാം ഇത് യൂസ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. അതേപോലെ തന്നെ ദ മാർക്കറ്റിംഗ് വാസ് പ്രൂഫ് ഇൻ ആക്ഷൻ. കിട്ടിയ നല്ല രീതിയിലുള്ള മാർക്കറ്റിംഗ് ആയിരുന്നു. 2012 എന്താ പറയുക, RM056 എന്ന് പറയുന്നൊരു മോഡലും കൂടെ അവന്മാർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. റിച്ചാർഡിൻ്റെ അവിടെ തന്നെ എ സ്പ്ലിറ്റ് സെക്കൻഡ് ക്രോണോഗ്രാഫ് ബില്യൺ പിന്നെ ഫുൾ സഫ്യർ കേസ് 1.65 മില്യൺ സാധനം പെട്ടെന്ന് തന്നെ വിറ്റ് തീർന്നു എന്ന് ഓർത്ത് നോക്കി. റിച്ചാർഡിൻ്റെ ഓൺലി 5 പീസസ്, ആകെ 5 പീസസ് ആയിരുന്നു അവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആ സാധനങ്ങളെല്ലാം വെയിറ്റ് തേർന്നിരിക്കുന്നു ഗൈസ്. ദിസ് വാച്ച് വാസ് എ മാസ്റ്റർ പീസ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈൻ. സത്യം, ഇതൊന്ന് ഓർത്ത് നോക്കി, ഇതിൻ്റെ ഈ സാധനമൊക്കെ ഉണ്ടാക്കുക, അതൊക്കെ കാക്കാന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. എഞ്ചിനീയറിങ്ങിൻ്റെ ഒക്കെ ഒരു കഴിവ് അത് കാണിച്ചു തരുന്നുണ്ട്. ഇറ്റ്സ് സെറ്റ് എ ന്യൂ സ്റ്റാൻഡേർഡ് ആൻഡ് ലക്ഷറി വാച്ചസ്. വാവ്. 2018 ദ ആവറേജ് റിട്ടയർമെൻറ്റ് വാച്ച് വാസ് വർത്ത് അറൗണ്ട് 200K. 200K 2018. സം മോഡൽ പുഷ്ഡ് പാസ്റ്റ് 1 മില്യൻ്റെ പുറത്തേക്കും കുറേയധികം മോഡൽസ് പുഷ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിവിടെ മോഡൽസ് എന്നുള്ളത് സം മോഡൽസ് സോറി ഗൈസ്, ഞാനിവിടെ മോഡൽസ് എന്ന് പറഞ്ഞത് വേറെ സിനിമ മോഡൽസ് ആയിരുന്നു ഞാനിവിടെ ഉദ്ദേശിച്ചത്. പക്ഷെ അതല്ല, ആ ഒരു വാച്ചസ് മോഡൽസ് ഞാനിവിടെ പറയുന്നത്. ആ ഒരു വാച്ചസ് മോഡലിൻ്റെ ഓരോരോ പ്രത്യേകത എന്ന് പറയുന്നത്. ആൻഡ് യെറ്റ് എവരിവൺ സ്റ്റിൽ വാണ്ടഡ്. എല്ലാവർക്കും സത്യം ഇത്തരം പൈസയുള്ള വാച്ചൊക്കെ എല്ലാവർക്കും വേണ്ടേ ഗൈസ്. അതാണല്ലേ RM-ൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. This was no accident. Richard understood that luxury is not about access. ഒരിക്കലും ആക്സസ് അല്ല ലക്ഷറി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഡിനയൽ. ഡിനയലാണ് ഓരോ ലക്ഷറി എന്ന് പറയുന്നത്. മോസ്റ്റ് പീപ്പിൾ കനോട്ട് ഹാവ് ഇറ്റ്. ദാറ്റ്സ് ദ പോയിന്റ്. സത്യം, ചില വാച്ചുകളൊക്കെ ആരും വാങ്ങാതിരിക്കുമ്പോഴും അത് വളരെ ചുരുങ്ങിയ ആൾക്കാരുടെ അടുത്ത് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത് ലക്ഷറി ആയിട്ട് മാറുന്നത്. ടുഡേ ഈസ് വർത്ത് $100 millions. പുള്ളിക്കാരൻ്റെ അടുത്ത് ഇഷ്ടം പോലെ $millions ആണ് പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരനൊരു $multi-billion ജയൻ്റായിട്ട് പുള്ളിക്കാരൻ്റെ ബ്രാൻഡ് മാറി എന്നുള്ളതാണ്. 25 വർഷത്തിനുള്ളിൽ പുള്ളിക്കാരൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ഒരു കൾട്ട് ക്ലാസിക് ആയിട്ടുള്ള ഐഡിയാസ്. നമ്മുടെ ഇവിടുത്തെ ഇഷ്ടംപോലെ വലിയ ആൾക്കാർ, സെലിബ്രിറ്റീസ് ഒക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് വാസ് ഓൾ സ്റ്റാർട്ടഡ് വെൻ ഹി വാസ് 50. 50 വയസ്സുള്ളപ്പോഴാണ് പുള്ളിക്ക് ഈ ഐഡിയ തോന്നുന്നത്. ഓർത്ത് അപ്പം ഏജ് ഈസ് നോട്ട് എ problem. It's just a number. Okay. The takeaway: you do not need to be young.
നമ്മുടെ ഒരിക്കലും ഇങ്ങായതുകൊണ്ടല്ല, നമ്മുടെ ഐഡിയക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം എന്നുള്ളത്. യു ഡി നോട്ട് നീഡ് ടു പ്ലേ ഇറ്റ് സേഫ്. സത്യം, എന്തിനാ പറ്റി പ്ലേ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ സേഫായിട്ട് കളിക്കുള്ളൂ. യു നീഡ് എ വിഷൻ ദാറ്റ് മേക്സ് ദ വേൾഡ് കോൾ ഈസി. നമുക്ക് എന്തെങ്കിലും വിഷൻ ഉണ്ടാകണം ഗൈസ്, അല്ലെങ്കിൽ മുമ്പിൽ തുളഞ്ഞിരിക്കും. അത്രയേ ഉള്ളൂ എന്താ പറയാൻ. അപ്പം നമ്മളിന്ന് കുറേയധികം ആൾക്കാരെ കണ്ട് കേട്ട് മനസ്സിലാക്കി. അപ്പം എല്ലാവരെയും കാണുക, കേൾക്കുക. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു.